ഈ ഇവരുടെ കൂട്ടായ്മയിലുള്ള ഒരു നടിയുടെ ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ മറ്റൊരു നടി അവരുടെ കാരവാൻ ഒന്ന് ബാത്റൂം പോകാൻ യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടായ്മയിലുള്ളവർ തന്നെ അത് സമ്മതിച്ചില്ല എന്നൊരു ആരോപണവും നമ്മൾ കേട്ടല്ലോ. അതാരാണ് അറിയില്ലല്ലോ. പിന്നെ ഇതാരാണെന്ന് നമ്മൾ എന്തിനാ അറിയുന്നത്? അപ്പൊ അവർ ആ പേര് അവര് മുക്കുന്നുണ്ടല്ലോ, അവര് പൂഴ്ത്തി വെക്കുന്നുണ്ടല്ലോ ആ പേര്. എന്തുകൊണ്ടാണ് ആ പേര് പുറത്തു വരാത്തത്? 2 സ്ത്രീകൾ, ആ കൂട്ടായ്മയിലുള്ള 2 സ്ത്രീകൾ ഈ പറയുന്ന രീതിയിൽ സഹകരിക്കുന്നില്ല. സങ്കടം ചെന്ന് പറയുന്നവരോട് അവർ സഹകരിക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഒരു നടൻ അവാർഡ് വാങ്ങുന്ന സമയത്ത് വളരെ മോശം പരാമർശം അവാർഡ് ശില്പത്തെ കുറിച്ച് സ്ത്രീകളെയും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞു. അദ്ദേഹം ഈ പറയുന്ന ന്യൂജൻ സിനിമകളിൽ മുഴുവനും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? ഇവരെല്ലാം അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള പലരും സ്ത്രീവിരുദ്ധമായി പലതും പറയുന്നുണ്ട്. ഇവരാരും അതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. അവർക്ക് പ്രത്യേകം ചില എനിക്ക് അതാണ് എനിക്ക് മനസ്സിലാത്തത്. നമ്മൾ തെറ്റുണ്ടെങ്കിൽ ആര് തെറ്റ് ചെയ്താൽ അവർക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അവിടെ നമ്മൾ സൗഹൃദം നോക്കരുത്. അത് ഇവിടെ സംഭവിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ പൊതുവെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് ലൈംഗിക ചൂഷണം മാത്രമാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതല്ലാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളിൽ പലരും, ശമ്പളത്തിന്റെ കാര്യം, ഭക്ഷണത്തിന്റെ കാര്യം, താമസത്തിന്റെ കാര്യം ഒക്കെ. ഇവിടെ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള പരാതികളും ചൂഷണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വർഗ തൊഴിലാളികളായ സ്ത്രീകളാണ്. പുരുഷന്മാരും ഉണ്ട്, ഇല്ലെന്ന് വെച്ചോളൂ. സ്ത്രീകളെയാണല്ലോ, പിന്നെ ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ ഇത് ഉണ്ടാക്കിയത്, ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോ ഈ സ്ത്രീകൾക്ക് ഒരു സങ്കടം വന്നാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ചെന്ന് പറയാൻ ഇന്ന് ഒരിടം ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞത് മാതിരി ഇവരുടെ ഈ കൂട്ടായ്മയിലേക്ക് ഇവർക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ വളരെ വലിയ ആളുകളാണ്. അവരെപ്പോഴും ഹയറാർക്കി എന്നൊരു വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലും ഉണ്ട് ഈ ഹയറാർക്കി. ഒരു പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റിനും ഈ പറയുന്ന WCCയിലുള്ള അംഗങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. ഒരു സങ്കടം ചെന്ന് പറയാൻ അവർക്ക് പറ്റില്ല. കാരണം ആരുടെയും നമ്പർ ആരുടെ കയ്യിലും ഇല്ല. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ആര് വിളിച്ചാലും അവരാരും ഫോൺ എടുക്കില്ല. ഇപ്പൊ ഞാൻ പോലും, എൻ്റെ കയ്യിലും ഞാൻ ശബ്ദം കൊടുത്ത നടിമാരുടെ നമ്പറുകളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവരെടുക്കാറില്ല. പക്ഷെ ഞാൻ മെസ്സേജ് അയക്കും, ഞാൻ ഇന്ന ആളാണ്, ഫോൺ എടുക്കണേ എന്ന് പറയുമ്പോഴാണ് അവർ ഫോൺ എടുക്കുന്നത്. പക്ഷെ ഇവരങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ഒരു സ്ഥലത്ത് അവിടെ പോകുമോ, അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ ഇന്ന ആളുണ്ടാവും, അവിടെ ചെന്ന് അങ്ങനെയൊന്നും പറയാൻ ഇവിടെ ആരും അവരെ സഹായിക്കുന്നില്ല. എനിക്ക് അവരെ ആലോചിച്ചാണ് ഏറ്റവും അധികം സങ്കടം. അവർക്ക് നല്ല വൃത്തിയുള്ള താമസ സ്ഥലമോ അല്ലെങ്കിൽ എല്ലാവരും കഴിക്കുന്ന ഒരേപോലെയുള്ള ഭക്ഷണമോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ഷൂട്ടിംഗ് സെറ്റിൽ രാവിലെ മുതൽ രാത്രി വരെ വല്ല മരത്തിന്റെ ചോട്ടിൽ ഇരിക്കാനേ അവർക്ക് നിവർത്തിയുള്ളൂ, അല്ലാതെ അവർക്ക് കസേരയില്ല. ഇവിടുത്തെ നിർമ്മാതാക്കളുടെ കുഴപ്പമല്ലേ അങ്ങനെ ചെയ്യുന്നത്? ഈ നിർമ്മാതാക്കളുടെ കുഴപ്പം തന്നെയാണ്. പക്ഷേ അവരുടെ സംഘടനയും കൂടി അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കണം. ഒപ്പം അവരോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും. നമ്മള് അങ്ങനെ പിന്നെ നിർമ്മാതാക്കളുടെ സംഘടനയെ കുറ്റം പറയുമ്പോൾ പലരുടെയും മൗനം പലതിനും വഴിവെച്ചു കൊടുക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മൾ നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറയണം. അത് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ. ഇപ്പൊ ICC എന്തിനാണ് എല്ലാ സെറ്റുകളിലും ICC എല്ലാ സെറ്റുകളിലും ഉണ്ട് എന്ന് പറയുന്നു. എനിക്കറിയില്ല ഇതുവരെ അത് ആ വഴി പരാതികൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം ഞാനിപ്പോ സംഘടനാപരമായി അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ഷെഫ്കയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ മെമ്പറായി വെറുതെ മാറി നിൽക്കുക. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ പരാതികൾ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നിർമ്മാതാക്കളുടെ സംഘടനയിലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഇത്തരം ICC വളരെ ശക്തമായി അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ
ആ ICCയിലെ 2 പേർ ആ സെറ്റിൽ ഉള്ളവരാണെന്ന് പറയുന്നുണ്ട്. ആ സിനിമയിൽ പ്രവർത്തിച്ച 2 പേരായിരിക്കും ICC 2 അംഗങ്ങൾ, ഒരാൾ പുറത്തു നിന്ന് ഉള്ളവരായിരിക്കും. അപ്പൊ ആ 2 ICC അംഗങ്ങളുടെ ഒരു ചുമതലയും കൂടിയാണ് ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ, അവരുടെ ഭക്ഷണം, അവർക്ക് ഇരിക്കാൻ കസേര കിട്ടുന്നു. നമ്മളിവിടെ ടെക്സ്റ്റൈലിലൊക്കെ സ്ത്രീകൾക്ക് ഇരിക്കാൻ കസേര കിട്ടിയില്ലെന്ന് പറഞ്ഞ് വലിയൊരു സമരം നടത്തി ഒടുവിൽ അതൊക്കെ നേടിയെടുത്തവരാണ്. സിനിമയ്ക്കുള്ളിൽ എപ്പോഴെങ്കിലും ഒരു സമരം നടന്നതായിട്ട് ചരിത്രമുണ്ടോ? സ്ത്രീകളുടെ ഞാൻ ചോദിക്കുന്നത്, ടെക്നീഷ്യൻസിന്റെ സമരമൊക്കെ നടന്നിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ വേതന വർധനവുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളുടെ പൊതു വിഷയത്തെ ചൊല്ലി ഒരു സമരം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ചില വിഷയങ്ങൾ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യുമ്പോഴാണ് നമുക്ക് അത് നടന്നു കിട്ടുന്നത്. അതിനാണല്ലോ സമരം എന്ന് പറയുന്നത്. അതൊന്നും ഇവിടെ നടക്കാത്തിടത്തോളം കാലം എല്ലാം ആരെങ്കിലും ഒരു സ്വർണ്ണത്തട്ടില് ഇങ്ങോട്ട് കൊണ്ട് നമ്മുടെ മുമ്പിൽ നീട്ടിത്തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്.